ശ്രീനാരായണ സ്കൂളുകളുടെ മുൻ മാനേജരും വ്യവസായ പ്രമുഖനുമായിരുന്ന PM നാണുവിന്റെ ചരമവാർഷിക ദിനാചരണം SNDP വടകര ശാഖയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പരിപാടി K മുരളീധരൻ MP ഉദ്ഘാടനം ചെയ്തു. തിരുവിതാംകൂർ കൊച്ചി പ്രദേശത്തു നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു മലബാറിലെ അന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്. ഒന്ന്, ചരിത്രപരമായിട്ടൊരു വേർതിരിവുണ്ടായിരുന്നല്ലോ മലബാർ. തിരുവിതാംകൂറും കൊച്ചിയൊക്കെ രാജാവിൻ്റെ കീഴിൽ പ്രവർത്തിച്ച കാലത്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാലം മുതൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ച പ്രദേശമാണല്ലോ നമ്മുടെ മലബാർ പ്രദേശം എന്ന് പറയും. ഇത് തമ്മിലൊരു എന്താ പറയേണ്ടത്, ഒരു എല്ലാ രംഗത്തും ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായി. അതായത് ഇന്നിപ്പോൾ തിരുവനന്തപുരത്തു നിന്ന് തൃശ്ശൂർ വരുമ്പോഴുള്ള ആലുവ പാലും അരുക്കുറ്റി പാലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് SNDPയുടെ തുടക്കം എന്നൊക്കെ പറയുന്നത്. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിക്കുമ്പോൾ പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഊന്നലുണ്ടായത് തിരുവിതാംകൂർ ഭാഗത്താണ്. കാരണം ഏറ്റവും അധികം തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടായത് ആ പ്രദേശങ്ങളിലായി. ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ പ്രവേശിക്കാനുള്ള അധികാരം പോലും താഴ്ന്ന ജാതിക്കാർക്ക് നിഷേധിക്കപ്പെട്ടൊരു കാലഘട്ടത്തിലാണ് ഗുരുദേവൻ ശ്രീനാരായണ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കും. എല്ലാവർക്കും തുല്യനീതി എന്നുള്ള സന്ദേശമാണ് അദ്ദേഹം നൽകിയത്. അപ്പം അദ്ദേഹത്തിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചത്. കാരണം ഇന്നത്തെ പോലത്തെ ടെലിഫോൺ സൗകര്യങ്ങളോ യാത്രാ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പോൾ അന്ന് അദ്ദേഹം അത് സ്ഥാപിച്ച് പിന്നീട് അദ്ദേഹം നമ്മുടെ മലബാറിലും വന്നിട്ടുണ്ട്. പക്ഷെ ആ യാത്രയെക്കുറിച്ചൊന്നും ഒരു വിശദമായിട്ടുള്ള പഠനം എവിടെയും നടന്നു കാണുന്നില്ല. ഇത് എങ്ങനെ ആ കാലഘട്ടത്തിൽ തിരുവിതാംകൂറിന് ഈ പ്രദേശത്തേക്ക് എത്തി. ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ തന്നെ കേരളത്തിൽ വന്നതിനെക്കുറിച്ച് അദ്ദേഹം പാലക്കാട് വന്ന് കാൽനടയായും കാളവണ്ടിയിലൊക്കെ തിരുവനന്തപുരത്ത് എത്തിയതാണ് ചരിത്രം പറയുന്നത്. ചിലർ പറയുന്നത് ഷൊർണൂരാണ് ആദ്യം വന്നത് എന്ന് പറയും. ഏതായാലും പാലക്കാട് വരെ അന്ന് ശാഖാ പ്രസിഡന്റ് KK ജനാർദ്ദനൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ മന്ത്രി CK നാണു, SNDP യോഗം വടകര യൂണിയൻ പ്രസിഡന്റ് MM ദാമോദരൻ, ശ്രീനാരായണ സ്കൂൾ മുൻ പ്രിൻസിപ്പാൾ M ഹരീന്ദ്രൻ, വാർഡ് കൗൺസിലർ അജിത ചീരാമ്പീട്ടിൽ എന്നിവർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ശാഖാ സെക്രട്ടറി സുഗ്നേഷ് കുറ്റിയിൽ സ്വാഗതം പറഞ്ഞു. PM വിനോദൻ നന്ദി രേഖപ്പെടുത്തി. അദ്ദേഹം ഉദ്ഘാടനത്തിൽ ചില കാര്യങ്ങൾ ഇവിടുത്തെ പ്രശ്നം, ഞാൻ കുറച്ചു കാലം മന്ത്രിയായപ്പോൾ എന്നെ മന്ത്രിയാക്കി. ആ മന്ത്രിയായ എന്നെ വടകര നമ്മുടെ ഇത് റോഡ് പാലമില്ലേ, ഏത് പാലം, മോരാട് പാലത്തുനിന്ന് തൊട്ട് എന്നെ ഇവിടെ എത്തിച്ച് ഒരു വലിയ സംഭവമായി. അത് മാത്രമല്ല, ശ്രീ നാണു എനിക്ക് എന്നേക്കാളും നീളമുള്ള ഒരു നല്ല മാല, ആ മാല കഴുത്തിലിട്ട കാര്യം ഒരു കാരണവശാലും എനിക്ക് മറക്കാൻ സാധിക്കില്ല. അപ്പോൾ നാണു ഒരു സാധാരണ കുടുംബത്തിലുള്ളവർ.